വെൽക്കം ടു സോൾഫുൾ സ്റ്റോറീസ് ഇൻസ്പയറിംഗ് യൂത്ത്. ഇന്നത്തെ നമ്മുടെ താരം മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശിയായ ആയുർവേദ ഡോക്ടർ ആകാശ്. BAMS പഠനം കോട്ടക്കൽ VPSV ആയുർവേദ കോളേജിൽ നിന്നും തുടർന്ന് അതേ സ്ഥാപനത്തിൽ തന്നെ MD സ്വസ്ഥവൃത്തയിൽ പൂർത്തിയാക്കി. കറന്റ്ലി വർക്കിംഗ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ അറ്റ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. ഡോക്ടർ ആകാശിന്റെ കരിയറിനെ കൂടുതൽ ആകർഷണമാക്കുന്നത് ഇപ്പോൾ അദ്ദേഹം AI ആൻഡ് ഡേറ്റ സയൻസിൽ MBAയും MSc യോഗ പഠിക്കുന്നു എന്നതാണ്. ആയുർവേദത്തിന്റെ പരമ്പരാഗത ജ്ഞാനത്തെ ആധുനിക സാങ്കേതിക വിദ്യകളുമായി സമന്വയിപ്പിച്ച് എങ്ങനെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് സാധ്യമാക്കാമെന്ന് വേറിട്ട് ചിന്തിക്കുന്ന ഡോക്ടർ ആകാശിനെ സോൾഫുൾ സ്റ്റോറീസിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ആകാശ്, നമസ്കാരം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആയുർവേദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളും മിഥ്യാധാരണകളും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് പാഷനേറ്റ്ലി ആയുർവേദം തിരഞ്ഞെടുത്ത വ്യക്തി എന്ന നിലയിൽ താങ്കളുടെ കാഴ്ചപ്പാടുകൾ ഈ ഫീൽഡിൽ ചൂസ് ചെയ്ത് മുന്നോട്ട് വരുന്ന യുവതലമുറയെ തീർച്ചയായും സഹായിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് എന്നുമുള്ളൊരു ഡൗട്ടാണ്, ശരിക്കും ആയുർവേദം ആഗ്രഹിച്ചു തന്നെയാണോ കുട്ടികൾ ആ ഫീൽഡിൽ തിരഞ്ഞെടുക്കുന്നത്, അതോ നീറ്റില് ആ ഒരു സ്ഥാനത്തേക്ക് ആ റാങ്ക് നിലയിൽ എത്തുന്നത് കൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണോ അത് ചൂസ് ചെയ്യുന്നത്? ഡോക്ടർ ആകാശ് എങ്ങനെയാണ് ആയുർവേദത്തിലേക്ക് എത്തിപ്പെട്ടതെന്ന് ഒന്ന് പറയാമോ? ആക്ച്വലി എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞാൻ ആദ്യം താങ്ക്ഫുൾ ആണ്. പിന്നെ ഈ ആയുർവേദ മേഖലയിലേക്ക് കുട്ടികൾ വരുന്നത് ഇപ്പൊ ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ 90% കുട്ടികളും വരുന്നത് MBBS ആഗ്രഹിച്ചിട്ട് അത് കിട്ടാണ്ട് ആയുർവേദ മേഖലയിലേക്ക് വരുന്നവരെയാണ് ഞങ്ങളെ ക്ലാസ്സുകളിലാണെങ്കിലും ഞങ്ങളുടെ കോളേജുകളിലാണെങ്കിലും കൂടുതലായിട്ട് കാണാറുള്ളത്. പക്ഷേ അതിലും ആയുർവേദം ആഗ്രഹിച്ചു വരുന്ന ഒരു 10 to 20-30% മാക്സിമം അത്രയും കുട്ടികൾ ഉണ്ട്. അപ്പം അതിൽപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. എനിക്ക് എസ്പെഷ്യലി അങ്ങനെ അലോപ്പതിയോടോ MBBS ഫീൽഡിനോട് എനിക്ക് അത്ര ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈവൻ എനിക്ക് സീറ്റ് കിട്ടുമായിരുന്നു, പക്ഷെ ഞാൻ അത് ഓപ്റ്റ് ചെയ്തില്ല. കുറച്ചും കൂടി ആയുർവേദം അല്ലെങ്കിൽ അഗ്രികൾച്ചർ അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് കുറച്ച് ആയിരുന്നു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. +2 കഴിഞ്ഞ് ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തു. എൻ്റെ ട്വിൻ ബ്രദർ ഉണ്ടായിരുന്നു. ട്വിൻ ബ്രദറിന്റെ ഒപ്പമാണ് റിപ്പീറ്റ് ചെയ്തത്. അവൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ MBBSന് കയറി. എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു, MBBSന് ഞാൻ ഓപ്ഷനെ കൊടുത്തില്ല. ഞാൻ പിന്നെ എനിക്ക് ആയുർവേദ ഫീൽഡിലേക്കാണ് ഞാൻ അങ്ങനെ എത്തിപ്പെട്ടത്. അങ്ങനെയാണ് എത്തിപ്പെട്ടത്. ഓക്കെ. ആയുർവേദം വളരെ പതുക്കെ മാത്രമാണ് റിസൾട്ട് നൽകുന്ന അങ്ങനെ ഒരു ചികിത്സയാണെന്നുള്ളൊരു പൊതുവെ ഒരു ധാരണയുണ്ടല്ലോ. അലോപ്പതി പോലെ പെട്ടെന്നൊരു രോഗം മാറ്റാൻ കഴിയില്ലെന്നും അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് എന്ന് പറയാമോ? കാരണം ഒരു പെട്ടെന്നൊരു അസുഖം വന്ന് ആശുപത്രിയിലെ അർജൻസി കെയർ യൂണിറ്റിൽ പോയി കഴിഞ്ഞാൽ, കാഷ്വാലിറ്റിയിൽ പോയി കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് സക്സസ്ഫുള്ളി കൈകാര്യം ചെയ്യാൻ സാധിക്കും? എസ്പെഷ്യലി നമ്മുടെ ഇപ്പോ ഉള്ള ഒരു നമ്മുടെ ഗവൺമെന്റിന്റെ സിസ്റ്റവും നമ്മുടെ ഹെൽത്ത് സെക്ടറിന്റെ സിസ്റ്റവും ഒക്കെ വെച്ചിട്ട് എമർജൻസി മെഡിസിൻ അലോപ്പതിക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിൽ മാത്രമാണ് ഇപ്പോൾ അവർക്ക് മാത്രമാണ് സർജറി അതുപോലുള്ള എമർജൻസി ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ ഇപ്പൊ അനുവാദമുള്ളൂ. ബിക്കോസ് അത് നമ്മുടെ ഹെൽത്ത് പോളിസി അങ്ങനെയാണ് ഇൻഡിപെൻഡൻസിന് ശേഷം മോൾഡ് ചെയ്ത് വന്നതെന്നുള്ളതാണ്. പക്ഷേ ആയുർവേദത്തിന്റെ ഹിസ്റ്ററി പരിശോധിച്ചവർക്ക് മനസ്സിലാവും, നമ്മുടെ സർജറിയുടെ പിതാവ് എന്ന് പറയുന്നത് തന്നെ സുശ്രുതാചാര്യനാണ്. സർജറി നമ്മുടെ ഇവിടെ പ്ലാസ്റ്റിക് സർജറികൾ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ പല ഡിസീസുകൾക്കുള്ള സർജറിയുടെ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചിട്ടും അത് കുറച്ച് പഴയ നമ്മുടെ ബുക്കുകളിൽ അതിന്റെ ചിത്രങ്ങൾ വരെ കാണാൻ പറ്റും. പക്ഷെ അതിനുശേഷം എന്ത് പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെസ്റ്റേൺ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് വലുതായിട്ട് വരികയും അവര് പിന്നീട് നമ്മുടെ ബാക്കിയുള്ള സയൻസുകളുടെ ഫിസിക്സ്, കെമിസ്ട്രി അതിന്റെയൊക്കെ ഡെവലപ്മെന്റിലും ഇൻഡസ്ട്രിയലൈസേഷനിലും ആ ഇൻസ്ട്രുമെന്റ്സ് കുറച്ചും കൂടി മോഡിഫൈ ചെയ്യപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ഹെൽത്ത് പോളിസി ഗവൺമെന്റ് സെലക്ട് ചെയ്തപ്പോൾ അതിൽ മോഡേൺ മെഡിസിൻ, അലോപ്പതിക് മെഡിസിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവരെ പ്രൈമറി ഹെൽത്ത് സിസ്റ്റം ആക്കി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള സിസ്റ്റങ്ങളെ ഒരു സെക്കൻഡറി സിസ്റ്റം എന്നുള്ള രീതിയിലാണ് അവർ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിനെ ഫോക്കസ് ചെയ്ത് നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അപ്പം ഈ 50 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ഒരു 70 കൊല്ലം കൊണ്ട് ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ അതിന്റെ ആഫ്റ്റർ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക്, എമർജൻസി മെഡിസിനിലേക്ക്
ആയുർവേദത്തിന്റെ സർജറി ട്രീറ്റ്മെന്റുകളിൽ എസ്പെഷ്യലി നമുക്ക് ഒരു ലിമിറ്റേഷൻ വന്നു. എന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും ആയുർവേദത്തിലെ ക്ഷാരകർമ്മങ്ങൾ, അതുപോലെ പൈൽസ്, ഫിസ്റ്റുല, അതേപോലത്തെ കണ്ടീഷൻസിലും ചെറിയ ചെറിയ സർജറി കണ്ടീഷൻസിലും നമ്മൾക്ക് ഇപ്പോഴും ട്രീറ്റ്മെന്റുകൾ ചെയ്തു വരാറുണ്ട് നമ്മൾ. അതിന് നമുക്ക് ശല്യതന്ത്രം എന്ന പേരുള്ള ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. ശാലാക്യതന്ത്രം എന്ന് പറയുന്നത് ENT സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിലും നമ്മൾ ഈ ലീച്ച് തെറാപ്പി, അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള സർജറികൾ, ഇതെല്ലാം ഇപ്പോഴും ചെയ്തു വരാറുണ്ട്. പക്ഷേ ഈ ചൈനീസ് മെഡിസിന് ചൈനയിൽ കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട്, പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ അവർ അതിനെ പ്രൈമറി സിസ്റ്റം ആക്കി എടുത്ത് അവർ ഡെവലപ്പ് ചെയ്ത പോലെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സപ്പോർട്ട് ഗവൺമെന്റിന്റെ അതോറിറ്റീസ് നിന്ന് കിട്ടാത്തതുകൊണ്ടാവാം ഇപ്പോൾ ആയുർവേദത്തിന് അങ്ങനെ ഒരു സെക്കൻഡറി സിസ്റ്റം അല്ലെങ്കിൽ എമർജൻസി ട്രീറ്റ്മെന്റിൽ യൂസ്ഫുൾ അല്ല എന്ന് പറയുന്നത്. പക്ഷേ അതുകൂടാതെ തന്നെ ഈ അലോപ്പതിക് സിസ്റ്റത്തിന്റെ മെഡിസിനൽ യൂസ് അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അലോപ്പതിക് മെഡിസിൻ യൂസ് ചെയ്യുന്നത് കെമിക്കൽസ് ആണ്. സെപ്പറേറ്റ് ആയിട്ട് അവർ കെമിക്കൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ആ കെമിക്കൽസ് ആണ്, അതിന്റെ കോമ്പിനേഷൻ ഓഫ് കെമിക്കൽസ് ആണ് അവർ ഓരോ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ടോക്സിറ്റി ഉണ്ടാകുമ്പോൾ അതിനായിട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഹോളിസ്റ്റിക് അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഡ്രഗിനെ മുഴുവനായിട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിന്റെ വേര്, ഇല, അല്ലെങ്കിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള പാർട്ടുകൾ എടുത്തിട്ടോ അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ കഷായങ്ങൾ, ഗുളികകൾ, ലേഹ്യങ്ങൾ, അങ്ങനെ പല രൂപത്തിലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ഡ്രഗിന്റെ തന്നെ പല പല കെമിക്കൽസ് അതിലുണ്ടാവും. ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ അതിൽ പല കെമിക്കൽസ് ഉണ്ടാവും. അതിന്റെ ഒരു കോമ്പിനേഷൻ ഓഫ് ആക്ഷൻ ആണ് നമ്മളെ ബോഡിയിൽ നടക്കുന്നത്. അപ്പം അതിനെടുക്കുന്ന ഒരു സമയമാണ് ശരിക്കും നമ്മുടെ കയ്യിൽ കാണുന്നത്. അത് പ്രോസസ്സ് ചെയ്ത് മെറ്റബോളൈസ് ചെയ്ത് നമ്മുടെ സെൽസിലേക്ക് എത്തണം എങ്കിലേ ആവുള്ളൂ. മറ്റേ റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ ആ കെമിക്കൽ കൊടുക്കുമ്പോഴുള്ളതും ഇതും തമ്മിലുള്ള വ്യത്യാസം അതാണ് കാണുന്നത്. കാരണം നമ്മുടെ സിസ്റ്റത്തിൽ ഒരു മെഡിസിൻ, ഒരു ഡ്രഗ് മാത്രം, ഒരു കെമിക്കൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സൈഡ് എഫക്റ്റുകൾ നമുക്കിപ്പം മോഡേൺ മെഡിസിനിൽ കാണാൻ പറ്റും. പല സൈഡ് എഫക്റ്റുകളും നമ്മുടെ ബോഡിയിലും ലിവറിനും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോ അതല്ലാണ്ട് നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ ആയുർവേദത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പഞ്ചഭൂതിക കൺസെപ്റ്റ്, പഞ്ചഭൂത കൺസെപ്റ്റ് എന്ന് പറയും. അതായത് നമ്മളെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നതും അതേപോലെ നമ്മുടെ എല്ലാ ജീവജാലങ്ങളെ ശല്യം, ഏത് ചെടികളുടെ ആണെങ്കിലും ഏത് മൃഗങ്ങളുടെ ആണെങ്കിലും ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂത കൺസെപ്റ്റ് കൊണ്ടാണ്. അപ്പോൾ ആ പഞ്ചഭൂത കൺസെപ്റ്റുകൾക്ക് പ്രത്യേക ഗുണങ്ങളുണ്ട്, ക്വാളിറ്റീസ് ഉണ്ട് എന്ന് പറയും. ആ ക്വാളിറ്റികളുടെ ഗ്രൂപ്പിനെ നമ്മൾ ദോഷങ്ങളാക്കിയിട്ട് 3 ദോഷങ്ങളാക്കി കൺസിഡർ ചെയ്തു. വാദം, പിത്തം, കഫം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓരോ ദോഷത്തിനും ഓരോ ഗുണങ്ങളുണ്ട്. തത്ര വൃക്ഷ, ലഘു, ശീത, അകര, സൂക്ഷ്മ, സ്ഥലോനില, അങ്ങനെ. അതായത് ഒരു വാദത്തിന് ഇന്ന പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അത് വാദഗുണം കൂടി എന്ന് പറയും. അതേപോലെ പിത്തഗുണം കൂടി എന്ന് പറയണമെങ്കിൽ കുറച്ച് ചൂട് കൂടുക. അതേപോലെ ഓരോ പിത്തം സസ്നേഹ തീക്ഷ്ണോഷ്ണം, സ്നേഹഗുണം കൂടുക, തീക്ഷ്ണ ഗുണം കൂടുക, ഉഷ്ണഗുണം കൂടുക, അങ്ങനെ ചില പ്രോപ്പർട്ടീസ് നമ്മുടെ ബോഡി കൂടുമ്പോൾ നമ്മൾ പിത്തം കൂടി എന്ന് പറയും. അതേപോലെ കഫത്തിനും ഓരോന്ന്, അതേപോലെ സ്നിഗ്ധ ഗുണം കൂടുക, ഗുരുഗുണം കൂടുക, അങ്ങനെ ഓരോ ഗുണങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ കാർക്കിച്ച് തുപ്പുന്നത് കഫം, അങ്ങനെ വാദം എന്ന് പറയുന്ന ഗ്യാസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല ശരിക്കും. ജനറലി നമുക്ക് പലർക്കും അങ്ങനെ ഒരു തോന്നലുണ്ട്. വാദം എന്ന് പറയുന്നത് ഗ്യാസിന്റെ പ്രോബ്ലം, അല്ലെ സന്ധിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. പിത്തം എന്ന് പറയുന്നത് പിത്തം എന്ന് പറയുന്നത് എന്തെങ്കിലും വയറ്റിലുണ്ടാവുന്ന എരിച്ചില്. കഫം എന്ന് പറയുന്നത് കാർക്കിച്ച് തുപ്പുന്നത്. പക്ഷെ അതല്ല ശരിക്കും ആയുർവേദത്തിലെ ഗുണങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഗുണങ്ങളെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ ആ ക്വാളിറ്റീസ് കുറയുമ്പോൾ ആ ക്വാളിറ്റീസ് കുറഞ്ഞ ക്വാളിറ്റീസിനെ വീണ്ടും നമുക്ക് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള ഡ്രഗ്സിൽ നിന്ന് ആ ക്വാളിറ്റിയുള്ള മരുന്നുകളെ നമ്മൾ കഴിക്കുന്നു. അപ്പം ആ ക്വാളിറ്റിയാണ് നമ്മളിൽ ശരിക്കും നമ്മൾ കൂട്ടിയെടുക്കുന്നത്. അതാണ് വാദം അല്ലെങ്കിൽ പഞ്ചഭൂത ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് അതിനുള്ളൊരു ടൈമും ഇതാണ് എടുക്കുന്നത്. അപ്പൊ ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റിൽ നമുക്ക് അതിന്റെ എഫക്റ്റ് ഹോളിസ്റ്റിക് ആയിട്ട് സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ. അപ്പൊ ആയുർവേദത്തിന് ശാസ്ത്രീയമായ അടിത്തറ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല അല്ലെ? അങ്ങനെയാവുമ്പോ ഒരു രോഗനിർണയ രീതികളെയും ചികിത്സാ തത്വങ്ങളെയും ശാസ്ത്രീയമായി റിസർച്ച് പരമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓരോ ഡോക്ടറും ഒരു റിസർച്ചർ ആണോ? അങ്ങനെ നോക്കുമ്പോൾ ഒരു കെമിസ്റ്റ് ആണോ? നിങ്ങൾ തന്നെയാണോ? അതായത് ആയുർവേദത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. അത് നമ്മുടെ ഈ തൗസൻഡ്സ് ഓഫ് എക്സ്പീരിയൻസ്, അതായത് BC 2000 മുതൽ ചരക സംഹിതയും ശുശ്ര സംഹിതയും എഴുതിച്ച കാലം മുതൽ നമ്മളിപ്പോഴുള്ള കാലം വരെ അവര് നമ്മളിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷൻസിലൂടെയും എക്സ്പീരിമെന്റ്സിലൂടെയും മനുഷ്യ ശരീരങ്ങളിൽ, അതേപോലെ പ്രകൃതിയിലുള്ള ഒബ്സർവേഷൻസ്, മനുഷ്യ ശരീരങ്ങളിൽ അതിലുള്ള എക്സ്പീരിമെന്റ്സ്,
ഇതിലൂടെയാണ് ആ ശാസ്ത്രം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ അതിന് നമ്മൾ ഓരോ പ്രമാണങ്ങൾ പറയും. പ്രത്യക്ഷ പ്രമാണം, അതായത് ഡയറക്ട്ലി ഒബ്സർവ് ചെയ്യുന്ന സാധനം. അനുമാന പ്രമാണം, ഇൻഫറൻസ്, അതേപോലെ ആപ്തോപദേശം, അതായത് നമ്മുടെ ടെക്സ്റ്റുവൽ ആയിട്ടുള്ള റെഫറൻസുകൾ. അങ്ങനെ ഓരോ പ്രമാണങ്ങൾ നമ്മളിപ്പോ പറയുന്ന നമ്മുടെ റിസർച്ച് മെത്തഡോളജി, ഞങ്ങളിപ്പം BMS പഠിക്കുമ്പോഴും അതേപോലെ ഇപ്പൊ MD-യിൽ നമ്മൾ തിസീസ്, റിസർച്ച് ആക്ടിവിറ്റീസുകൾ, ഡിസർട്ടേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്. അതായത് മോഡേൺ റിസർച്ച് ആക്ടിവിറ്റികളുടെയും മോഡേൺ എങ്ങനെയാണ് റിസർച്ച് ചെയ്യുന്നത് എന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ് ആയുർവേദത്തിൽ പണ്ട് റിസർച്ചസ് എങ്ങനെയാണ് നടന്നിരുന്നത്, അതേപോലെ എങ്ങനെയാണ് ഡിസ്കഷൻസ്, സയന്റിഫിക് ഡിസ്കഷൻസ് നടന്നിരുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ കാണാം ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, ഡിബേറ്റുകൾ, അതേപോലെ കൂടുതൽ നമ്മുടെ വൈദ്യന്മാര് എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള സയന്റിഫിക് ഡിസ്കഷൻസ്. നമ്മളിപ്പോ പറയുന്ന നമ്മൾ സയന്റിഫിക് സെമിനാർസ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ പരിപാടികൾ നടത്തുന്നത് അന്നത്തെ കാലത്തും വേറൊരു രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഡിബേറ്റുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡിബേറ്റിന്റെ ഫലങ്ങളായിട്ട് ആണ് പല ഗ്രന്ഥങ്ങളും അന്ന് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ ആയുർവേദത്തിൽ റിസർച്ച് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇത്രയും കാലം ഒരു സയൻസ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ റിസർച്ചും ഒബ്സർവേഷൻസും അതിന് സയന്റിഫിക് പ്രൂഫ് ഉള്ളത് കൊണ്ടാവും നിൽക്കുന്നുണ്ടാവുക. ഇപ്പോ നമ്മളുടെ പലതിലും ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കോവിഡിന്റെ വാക്സിന്റെ ഒരു എക്സാമ്പിൾ എടുക്കും. കോവിഡിന്റെ വാക്സിനിൽ റിസർച്ച് ഉണ്ട്, റിസർച്ച് പ്രൂവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കോവിഡ് വാക്സിൻ ഒരു 6 മാസം കൊണ്ട് കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്തു, അത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തു, അത് കൊടുത്തു. ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇപ്പൊ അതിന്റെ സൈഡ് എഫക്റ്റുകളും അതിന്റെ പ്രോബ്ലംസുകളും നമ്മൾ ന്യൂസുകളിൽ എല്ലായിടത്തും കാണുന്നു. അപ്പോൾ അത് പ്രൂവ് ചെയ്തു, അത് എന്നാ ശരിക്കുള്ള റിസർച്ച് ആണോ എന്ന് ചോദിച്ചാൽ അത് റിസർച്ച് അല്ല എന്നുള്ളതാണ് എന്റെ ഉത്തരം. കാരണം റിസർച്ച് എന്ന് പറയുമ്പോൾ അതിന് ടൈം എടുക്കും. അത് ടൈം എടുത്ത് അത് എക്സ്പീരിയൻസിലൂടെ അതിന് പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ, അതിന്റെ എഫക്റ്റ് എത്രയാണ്, എഫക്റ്റീവ്നെസ് എത്രയാണ് എന്നുള്ള ചെക്ക് ചെയ്ത് സമയങ്ങളുടെ ജനറേഷൻസിലൂടെയാണ് പ്രൂവ് ചെയ്യപ്പെടേണ്ടത്. അത് പലപ്പോഴും ഇപ്പം ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് മെഡിസിനൽ സിസ്റ്റം മാറുമ്പോൾ അത് നഷ്ടപ്പെടുന്നുണ്ട്. പലയിടത്തും അത് ഗവൺമെന്റ് പോളിസികളെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് മാറുന്നുണ്ട്. അപ്പോ റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ നിർണ്ണയിക്കുന്ന ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. എത്രത്തോളം എക്സ്പീരിയൻസ് ഓറിയന്റഡ് ആയിട്ടാണ്, എത്ര വിശ്വസനീയമാണ്, അത് ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രധാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഗ്രേറ്റ്. ലോകത്തിലെ ആദ്യത്തെ ശസ്ത്രക്രിയ ചെയ്തത് ശ്രുതനാണെന്ന് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും അറിയാം. ആയുർവേദ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുമ്പോഴും ശസ്ത്രക്രിയ പരമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു മൊഡ്യൂളിൽ നിങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ശസ്ത്രക്രിയ പഠിപ്പിക്കുന്നുണ്ടോ? അതോ മോഡേൺ മെഡിസിനും കൂടി നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൽ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്? അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ BMS മോഡേൺ MBBS പോലെ തന്നെ 4.5 കൊല്ലം ക്ലാസ്സും 1 കൊല്ലം ഹൗസ് സർജൻസി എന്നുള്ള രീതിയിലാണ് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ അനാട്ടമി, ഫിസിയോളജി, അതായത് ഇപ്പൊ എനിക്ക് എന്തുകൊണ്ട് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ പാരലായിട്ട് തന്നെ എന്റെ ട്വിൻ ബ്രദർ MBBS പഠിക്കുന്നത്. അവൻ MBBS ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ BMS ഫസ്റ്റ് ഇയർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ റാക്കിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ MBBSന്റെ ടെക്സ്റ്റ് ബുക്കും ആയുർവേദത്തിന്റെ ടെക്സ്റ്റ് ബുക്കും കാണാം. അപ്പൊ നമ്മളെ സെയിം ടെക്സ്റ്റ് ബുക്കുകളാണ് പലതും നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ അനാട്ടമിയുടെ, ഫിസിയോളജിയുടെ ആണെങ്കിലും അതായത് അതിനുശേഷം ക്ലിനിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റേ ജനറൽ ട്രീറ്റ്മെന്റുകളുടെയും എക്സാമിനേഷൻസിന്റെയും ബുക്കുകൾ ഉണ്ട്. അതൊക്കെ നമ്മൾ മോഡേണിന്റെ എക്സാമിനേഷൻ വ്യൂവിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റ് ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ആ സയൻസിന്റെ ധാരണ മുൻനിർത്തിക്കൊണ്ട് തന്നെ, പക്ഷെ നമ്മുടെ പഞ്ചഭൗതികമായിട്ടുള്ള ത്രിദോഷ ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു പേഷ്യൻസിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർക്ക് ഇപ്പോൾ നമ്മൾ ടെർമിനോളജീസ് പലതും സാൻസ്ക്രിറ്റിലാണ്, അവർക്ക് മനസ്സിലായിക്കോണമെന്നില്ല. അപ്പോൾ എന്താണ് ഇത് എന്ന് മനസ്സിലാവണമെങ്കിൽ അവർക്ക് മോഡേൺ ടെർമിനോളജിയിൽ പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കുറച്ചും കൂടി ഫിസിക്കൽ എന്നുള്ളതിനേക്കാൾ മാറിയിട്ട് ഫിസിയോളജിക്കൽ ആയിട്ടുള്ളതാണ്. അതായത് അതിന്റെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട്, അതിന്റെ പ്രൂഫ് ഓറിയന്റഡ് ആയിട്ടാണ്. ഞങ്ങളെ സപ്തധാതു, അതേപോലെ ഭൂതങ്ങള്, ത്രിമലങ്ങള്, അതേപോലുള്ള ഒരു ഫിസിയോളജിക്കൽ ആസ്പെക്റ്റിലും കൂടി ഞങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് വരുന്നത്. പക്ഷെ ഈ എല്ലാ ഇതും നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ സർജറിയെ കുറിച്ച് ചോദിച്ചത്, നമ്മൾ അനാട്ടമി, ഡിസെക്ഷനും അതൊക്കെ ഫസ്റ്റ് ഇയറിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ വന്നു കഴിഞ്ഞാൽ ഇവർ പഠിക്കുന്ന MBBSയിലേതുപോലെ തന്നെ നമുക്ക്
സർജറി പോസ്റ്റിങ്ങുകൾ, പോസ്റ്റ്മോർട്ടം പോസ്റ്റിങ്ങുകൾ, അങ്ങനത്തെ എല്ലാ ട്രീറ്റ്മെന്റ് എക്സ്പോഷറുകളും നമുക്കും ഇതിനൊപ്പം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള നമ്മുടേതായിട്ടുള്ള ഇപ്പം നമ്മുടെ ശല്യതന്ത്രം ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ശല്യതന്ത്രത്തിലുള്ള പോലെ നമുക്ക് അഗ്നികർമ്മങ്ങള്, ക്ഷാരകർമ്മങ്ങള്, ചെറിയ ആനോറക്ടൽ സർജറികൾ, ഈ രീതിയിലുള്ള ഇത് നമ്മളെ മെഡിക്കൽ കോളേജുകളിലും നടക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ട് നമുക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ MD എടുക്കണം. അപ്പോൾ MDയിൽ നമുക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങുകൾ നമുക്ക് ഈ സർജറിയിൽ, അതായത് ശല്യതന്ത്ര വിഭാഗത്തിലും ശാലാക്യതന്ത്ര വിഭാഗത്തിലും നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റുകൾക്കുള്ള സർജറിക്കൽ എക്സ്പോഷറും കൂടി കിട്ടുന്നുണ്ട്. അങ്ങനെയാണ്. ഓക്കെ. പക്ഷെ അപ്പൊ ലിമിറ്റഡ് ആണ്. അലോപ്പതി ലെവലിലുള്ള അത്രയ്ക്കും നമുക്ക് അതായത് കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള സർജറികൾ നമുക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇപ്പൊ ഇല്ല. അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർജറികൾ ചെയ്യാനുള്ള പെർമിഷൻ നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് ഇപ്പൊ ഇല്ല. അതുകൊണ്ട് നമുക്ക് ലിമിറ്റഡ് ആണ് സർജറികൾ എന്നുള്ള ഒരു വാസ്തവമാണ്. ഓക്കെ. അപ്പോൾ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പരമ്പരാഗത ചികിത്സാ രീതികളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് തന്നെ ഉദ്ദേശത്തിൽ തന്നെയാണ് അല്ലെ? ഈ ലക്ഷ്യങ്ങൾ അതെ. എത്രത്തോളം നേടാൻ അവര് ഉദ്ദേശിച്ച രീതിയിൽ ഫണ്ടിങ്ങും ഒക്കെ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് ഇത് മെച്ചപ്പെടുത്താൻ, റിസർച്ച് ചെയ്യാൻ ആവശ്യമായ ഫണ്ടിങ്ങും ഒക്കെ ആയുഷ് മന്ത്രാലയം നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ടോ, സജ്ജീകരിച്ചു തരുന്നുണ്ടോ? അത് ഏകദേശം 2014 നമുക്ക് ആയുഷ് മിനിസ്ട്രി എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ആയിട്ട് വന്നുള്ളത്. മോഡി സർക്കാരിന്റെ ശേഷമാണ് നമുക്ക് ആയുഷ് മിനിസ്ട്രി എന്നുള്ള രീതിയിൽ. അതിനു മുന്നേ ഇത് നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സബ് ഡിവിഷൻ മാത്രമായിരുന്നു. ആയുഷ് മിനിസ്ട്രി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അതിനൊരു മിനിസ്ട്രി, അതിനൊരു മിനിസ്റ്ററും അതിന്റെ എല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നതും അതിനുള്ള ഒരു ബഡ്ജറ്റും എല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നത് 2014 ശേഷമാണ്. അതിനുശേഷമാണ് നാഷണൽ ആയുഷ് മിഷന്, നാഷണൽ ഹെൽത്ത് മിഷൻ പോലെ തന്നെ നമുക്ക് ആയുഷിന് വേണ്ടിയിട്ടുള്ള നാഷണൽ ആയുഷ് മിഷൻ, അതേപോലുള്ള പ്രോഗ്രാമുകളും, പിന്നെ CCRAS, അതായത് സെന്റർ ഫോർ റിസർച്ചിനുള്ള ആയുർവേദിക് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള CCRAS പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഡെവലപ്പ് ചെയ്ത് വന്നു. ആയുർവേദത്തിന് മാത്രമായിട്ട് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, AIIA, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, NIA, ഇത് ജയ്പൂരിലുള്ളതാണ് NIA. അതേപോലെ AIA എന്ന് പറയുന്നത് ഡൽഹിയിലുള്ളതാണ്. അതേപോലെ ജാംനഗറിൽ വേറെ ITRA എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതേപോലെ ഇന്ത്യയിൽ 6-7 സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. അതേപോലെ അതിന്റെ സബ്സിഡറി ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ ഉണ്ട്. ആ മെഡിക്കൽ കോളേജുകളുടെ താഴെ എന്നുള്ള രീതിയിൽ ഇപ്പം ഡിസ്പെൻസറികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഹയറാർക്കി സിസ്റ്റം നമ്മുടെ ഇപ്പം ആയുർവേദത്തിലും ഡെവലപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ഫണ്ടിങ് എന്ന് പറയുന്നത്, ആയുഷ് ഫണ്ടിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും അതിലേക്കുള്ള ഫണ്ടിങ്ങുകളും അതിലേക്കുള്ള ഗ്ലോബൽ അറ്റൻഷനും കൂട്ടുന്നതിൽ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റിന് നല്ല ഒരു റോൾ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മുടെ WHO തന്നെ, നമ്മുടെ WHOന്റെ GTMC, അതായത് ഗ്ലോബൽ ട്രഡീഷണൽ മെഡിസിനൽ സെന്റർ, അത് തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ജാംനഗറിലാണ്. അതായത് ഗുജറാത്തില് ജാംനഗറില് ഗ്ലോബൽ ട്രഡീഷണൽ മെഡിസിൻ സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള WHO ട്രഡീഷണൽ മെഡിസിന്റെ സെന്റർ, വേൾഡിൽ ഉള്ള ഏക സെന്റർ അത് നമ്മുടെ ഇന്ത്യയിലാണ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത്. അപ്പം ട്രഡീഷണൽ മെഡിസിൻസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത് കൊണ്ടും അതിനെ പ്രൊമോട്ട് ചെയ്യാൻ, അത് ഏറ്റവും കൂടുതൽ ഇപ്പം അതിന്റെ സയന്റിഫിക് ആയിട്ട് നിൽക്കുന്ന ഇന്ത്യയിലായത് കൊണ്ടുമാണ് ഇന്ത്യയിൽ തന്നെ ആയുഷ് മിനിസ്ട്രിയിൽ ഇപ്പം ആയുഷ് എന്ന് പറയുമ്പോൾ തന്നെ ആയുർവേദ, യുനാനി, യോഗ, സിദ്ധ, ഹോമിയോപ്പതി എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ എല്ലാ മേഖലകളിലെയും ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതിൽ ഇപ്പം ഗവൺമെന്റിൻ്റെതായ ഫണ്ടിങ് ഉണ്ട്. അതിന്റെ റിസർച്ച് ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട്. നമ്മളുടെ കുട്ടികൾ PG ഡിസർട്ടേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റികൾ ഇപ്പോൾ ഇൻഡെക്സ്ഡ് ജേർണൽസുകളിൽ പബ്ലിഷ്ഡ് ആയിട്ട് വരുന്നുണ്ട്. കൂടാണ്ട് നമ്മുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട് തന്നെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇപ്പൊ സെന്റർ ഫോർ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന കാരി എന്ന് പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള സെന്റേഴ്സുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പൊ ആയുർവേദത്തിന്റെ റിസർച്ച് ആർട്ടിക്കിൾസിന്റെ ഇപ്പം നന്നായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഗ്ലോബൽ ലെവലിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ പുറത്ത് ഇപ്പോഴും അത്ര പല കൺട്രികളിലും ആയുർവേദം ഒരു മെഡിസിൻ ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നില്ല. ഒരു സ്യൂഡോ മെഡിസിൻ ആയിട്ടും സെക്കൻഡറി മെഡിസിൻ ആയിട്ടും അല്ലെങ്കിൽ ഒരു ഡയറ്ററി ആയുർവേദ മെഡിസിൻസിനെ പോലും ഒരു ഡയറ്ററി സപ്ലിമെന്റ്സ് ആയിട്ടും മാത്രമാണ് അവർ പലരും കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ആക്ടിവിറ്റികൾ പല രാജ്യങ്ങളിലും കുറവാണ്. എങ്കിലും ജർമ്മനി, റഷ്യ പോലുള്ള കൺട്രികളിൽ ഇപ്പം കുറച്ചും കൂടി പ്രൊമോട്ട് ആയിട്ട് വരുന്നുണ്ട് ആയുർവേദം. ഓക്കെ. ഡോക്ടർ ആകാശ് കോട്ടക്കലിലാണല്ലോ പഠിച്ചതും
ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചത്. എങ്ങനെയാണ് ഒരു ഒഴുക്ക് അവിടേക്ക്, പേഷ്യൻസിന്റെ ഒഴുക്ക് മറ്റുള്ള അലോപ്പതി ഹോസ്പിറ്റൽ പോലെ ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടോ, അതൊരു സുഖ ചികിത്സയ്ക്ക് മാത്രമായി മാറുന്നുണ്ടോ ആയുർവേദം കേരളത്തില്? അത് എസ്പെഷ്യലി കോട്ടക്കലിൽ ഞാൻ പഠിച്ചുകൊണ്ട്, കോട്ടക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ്. ഇപ്പൊ 2 ദിവസം മുന്നെയാണ് ഇപ്പം ഓൾ ഇന്ത്യ ലെവലിലുള്ള ആയുർവേദ മെഡിക്കൽ കോളേജുകളുടെ റാങ്കിങ് ലിസ്റ്റ് വന്നത്. അതിൽ ഓൾ ഇന്ത്യയിൽ 3-ാം സ്ഥാനമാണ് കോട്ടക്കലിനുള്ളത്. അതുകൂടാണ്ട് കേരളത്തിൽ തന്നെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വരുന്ന മെഡിക്കൽ കോളേജുകളെ വെച്ച് നോക്കുമ്പോൾ അതിൽ ആയുർവേദ മെഡിക്കൽ കോളേജുകളിൽ ഫസ്റ്റ് റാങ്ക് ഉള്ളത് കോട്ടക്കലിനാണ്. അപ്പോൾ കോട്ടക്കലിന്റെ ഒരു ആയുർവേദശാലേന്റെ ഒരു ലെഗസി ഉള്ളതുകൊണ്ട് ഒപ്പം തന്നെ ആ നാട്ടില് ആയുർവേദത്തിന് അത്രയും അക്സെപ്റ്റബിലിറ്റി ഉണ്ട്, വിശ്വാസമുണ്ട് ജനങ്ങളുടെ ഇടയിൽ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കോട്ടക്കൽ പഠിക്കാൻ പറ്റി എന്ന് പറയുന്നതും അത് അത്രയും വലിയൊരു ഒരു ബെനിഫിറ്റ് ആയിരുന്നു. കാരണം അത്രയും പേഷ്യൻസ് ആണ് ഓരോ ഒ പികളിലും വരുന്നത്. നമ്മൾ മെഡിക്കൽ കോളേജുകളെ കമ്പയർ ചെയ്യുമ്പോൾ അത് റഫറൽ പോയിന്റ്സ് ആയതുകൊണ്ട് തന്നെ അവിടേക്ക് പേഷ്യൻസിന്റെ അളവ് കുറച്ചും കൂടി കൂടുതലാണ്. അതല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ആയുർവേദ കോളേജുകളെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പേഷ്യൻസ് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. 100-ലധികം പേഷ്യൻസ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒ പിയിൽ മാത്രം 150ഓളം പേഷ്യൻസിനെ ഉണ്ടായിരുന്നു അവിടെ, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൂടാണ്ട് അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഡിഫറെന്റ് സ്പെഷ്യലൈസ്ഡ് ഒ പി ഡിസ് ഉണ്ട്. IPD ഉണ്ട്, IP ഡിപ്പാർട്ട്മെന്റ്, അതായത് ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം നല്ല റഷാണ്. നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് കിട്ടണമെങ്കിൽ 3-4 മാസം കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴും പേഷ്യൻസിനുള്ളത്. അപ്പോൾ സുഖചികിത്സ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ജനങ്ങൾ നോർമൽ കണ്ടീഷൻസിൽ, അവരുടെ ജനറൽ കണ്ടീഷൻസിൽ പോലും നമ്മളുടെ ഒ പികളിൽ വരാറുണ്ട്. നമുക്ക് നമ്മളുടെ കോവിഡ് സമയത്ത് പോലും അത് ഗവൺമെന്റിന്റെ പാർട്ടായിരുന്നു, ഒരു നോഡൽ ഓഫീസ് ആയിരുന്നു നമ്മളെ കോട്ടക്കലും. കാരണം അത്രയും പേഷ്യൻസ് നമ്മളെ ഡിപ്പെൻഡഡ് ആയിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളും അവരുടെ നോഡൽ സെന്ററുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് പൊതുസമൂഹത്തിനെ ഒന്ന് ഈ തെറ്റിദ്ധാരണകളിൽ നിന്ന് മാറ്റിയെടുത്ത്, അതായത് നോർമൽ ഏതൊരു ചികിത്സാ രീതിയും ഇവിടെയും ലഭ്യമാണ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അവരെ ബോധവൽക്കരിക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ ഈ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് അനുഭവങ്ങൾ, അതായത് അലോപ്പതി ചികിത്സയെ പറ്റുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞ ഒരു രോഗം ആകാശിന്റെ ഒരു എക്സ്പീരിയൻസിൽ മാറ്റി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? അതായത് നമ്മളവിടെ നമ്മളെ കോട്ടക്കൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന കേസുകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള കേസുകളാണ്. അതായത് ന്യൂറോപ്പതി കേസുകൾ, സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം തളർന്നിട്ടുള്ള പക്ഷാഘാതം എന്ന് പറയുന്ന കണ്ടീഷനിലെ കേസുകൾ, അതേപോലെ കുട്ടികളിലുള്ള ഓട്ടിസം കണ്ടീഷൻസിൽ വരുന്ന പേഷ്യൻസുകൾ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പേഷ്യൻസ് വരുമ്പോൾ ഇതൊക്കെ പലതും മെഡിക്കൽ കോളേജുകളിൽ നിന്നും മറ്റു അലോപ്പതിക് ഹോസ്പിറ്റൽസുകളിൽ നിന്നും പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവര് ഫിസിയോതെറാപ്പി അല്ലെ അങ്ങനത്തെ ട്രീറ്റ്മെന്റുകൾ മാത്രം പറഞ്ഞു വിടുന്ന കേസുകളാണ്. അങ്ങനത്തെ കേസുകൾ ഇവിടെ വന്ന് നമ്മുടെ ടീച്ചേഴ്സ് അതിനെ ട്രീറ്റ് ചെയ്യുന്നതും അവരിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ആയുർവേദശാലയിൽ ഇപ്പൊ ക്യാൻസർ OPD പറഞ്ഞിട്ട് ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന OPDs ആയുർവേദശാലയിലുണ്ട്. അപ്പോൾ അവിടെ ഈ ക്യാൻസറിന്റെ നമുക്ക് ടെർമിനൽ സ്റ്റേജുകളിൽ വല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജുകളിലൊക്കെ നമുക്ക് അവരുടെ ലൈഫ് സ്റ്റാൻഡേർഡ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള അവരുടെ കണ്ടീഷൻസ് കുറച്ചു കൊണ്ടുവരാനും ചില കേസുകളിൽ നമുക്ക് ക്യാൻസറിൽ തന്നെ മുക്തി നേടാൻ പറ്റുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ വരെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രീറ്റ് ചെയ്തിട്ട് ആ രീതിയിലേക്ക് എത്തുക എന്ന് പറയുന്നതിലേക്ക് അത്രമാത്രം എക്സ്പീരിയൻസ് എനിക്ക് ആയിട്ടില്ല. പക്ഷെ ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള മാറ്റുന്ന കണ്ടീഷൻസ്. ഓക്കെ, ഗ്രേറ്റ്. അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടാണല്ലോ ഇപ്പോ ഇതുവരെയുള്ള എക്സ്പീരിയൻസ്. UP-യിലും ഉണ്ട്, ഇപ്പോ ഗുജറാത്തിലും. മറ്റുള്ള സ്റ്റേറ്റില് കുട്ടികൾ ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ആയുർവേദം പലയിടത്തും MBBS കിട്ടാതെ വരുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. MBBS സീറ്റ് കിട്ടാണ്ട് ആയുർവേദത്തിലേക്ക് വരുന്ന കുട്ടികളെ തന്നെയാണ് ഒരു കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ അതൊരു 90-ഉള്ളത് 95% ആയ അത്ഭുതം ഇല്ലാന്നേ ഉള്ളൂ. കാരണം അത്രയ്ക്കും അങ്ങനെ വരുന്ന ഒരു തലമുറയാണ് കാണുന്നത്. കാരണം അവിടെ ഇത്ര പോലും ജനങ്ങൾക്ക് വിശ്വാസമല്ല. കേരളത്തിൽ നമ്മൾ ആയുർവേദം അത്രയ്ക്കും റൂട്ടഡ് ആയതുകൊണ്ട് തന്നെ അത്രയും ജനങ്ങൾക്ക് വിശ്വാസം ഇപ്പോഴും ഉണ്ട്. പക്ഷെ പുറത്തേക്ക് എന്ന് പറയുമ്പോൾ അവിടെ ആയുർവേദത്തിന്റെ അത്രയ്ക്കും അവര്
പലയിടത്തും അത് സുഖചികിത്സ എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു അറിവ്. പഞ്ചകർമ്മ ആയുർവേദം എന്ന് പറഞ്ഞാൽ പഞ്ചകർമ്മ സുഖചികിത്സ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവിടെ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ഏരിയകളുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഗുജറാത്ത് ഏരിയയിലൊക്കെ കുറച്ചും കൂടി ആയുർവേദത്തിന് അക്സെപ്റ്റബിലിറ്റി ഉണ്ട്. ചില ഏരിയകളിൽ, ചില ഇന്ത്യയിൽ തന്നെ ചില ഏരിയകളിൽ നല്ല സ്ട്രോങ് ആണ് ആയുർവേദം. ബാക്കിയുള്ളവിടുത്ത് കുറച്ച് റൂറൽ ആയിട്ടുള്ള സെന്റർ, ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന കോളേജ് എന്ന് പറയുന്നത് കുറച്ച് റൂറൽ ആയിട്ടുള്ളായിരുന്നു. നേപ്പാളിന്റെ ബോർഡറിൽ, UP-യിൽ ഗോരഖ്പൂർ എന്നുള്ള ഡിസ്ട്രിക്റ്റിൽ, അതിന്റെ ഒരു നേപ്പാൾ ബോർഡറിലുള്ള ഒരു കോളേജിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രൈവറ്റ് കോളേജ് ആയിരുന്നു. പക്ഷെ അവിടെ എന്ന് പറയുമ്പം പേഷ്യൻസ് ആയുർവേദം ഡിപ്പെൻഡ് ആയി വരുന്നത് വളരെ കുറവാണ്. അവിടുത്തെ ഇതിലേക്ക് വരുന്നത് കുട്ടികളാണെങ്കിൽ പോലും പഠിക്കാൻ വരുന്നത് MBBS കിട്ടാതെ വരുന്നവരും, ഇത് കഴിഞ്ഞിട്ട് അവിടെ ചില സ്റ്റേറ്റുകളിൽ ഡോക്ടർമാരുടെ സ്കാർസിറ്റി കുറവുള്ളതുകൊണ്ട് അവിടെ ചില BAMS ഡോക്ടേഴ്സിനെ വരെ മിനിമം സർജറി ചെയ്യാനും അലോപ്പതിക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനൊക്കെ അവിടുത്തെ ഗവൺമെന്റുകൾ അനുവദിക്കുന്നുണ്ട്. അപ്പൊ ചിലത് ലീഗലായിട്ട് ചെയ്യുന്നവരുണ്ട്, ഇല്ലീഗലായിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് അലോപ്പതി മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. സർട്ടിഫിക്കറ്റിൽ ഡോക്ടറിൽ മാത്രം BAMS എടുത്ത് നിൽക്കുന്നവർ ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. അവിടെയാണ് നമ്മളെ കേരളത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രയോറിറ്റി, നമുക്ക് കിട്ടുന്ന ഒരു നമ്മളിപ്പോ പുറത്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ തന്നെ ഞാനിപ്പം MD കഴിഞ്ഞത് 2024 കഴിഞ്ഞ കൊല്ലമായിരുന്നു. ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന അവർക്ക് ഒരു ഫ്രഷ് ഫീലിംഗ് ആണ്. കാരണം അത്രയ്ക്കും നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു അത്ര ടോപ്പ് ആയിട്ടുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ഒന്നും ആയിക്കോണമെന്നില്ല. ഒരു മീഡിയം ലെവലുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും അവിടെ പോയി നമ്മൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അവർക്കത് ഹൈ ലെവലാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്രത്തോളമായിരുന്നു കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്, കേരളത്തിൽ എത്രത്തോളം എക്സ്പോഷർ ഉണ്ട് എന്നുള്ളത്. അതൊരു ഇനിയിപ്പം ഗവൺമെന്റുകളുടെ സപ്പോർട്ടും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓൾ ഇന്ത്യ ലെവലിലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് കുറച്ച് പോളിസിയിലും എല്ലായിടത്തും നമ്മളുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആക്ഷൻസ് വരേണ്ടത്. ഓക്കെ. ഇപ്പോ AI MBAയും ചെയ്യുന്നുണ്ട്, AI ഡേറ്റ സയൻസില്. പിന്നെ അതിനൊപ്പം തന്നെ യോഗയില് PG ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ ഒരുമിപ്പിച്ച് ബന്ധിപ്പിച്ചുകൊണ്ട് ആയുർവേദത്തിനൊരു ഭാവി തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുമോ? അത് 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 നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ, നമ്മുടെ ഒരു തോട്ടിന്റെ പുറത്ത് നമ്മൾ എടുക്കുന്നതാണ്. കാരണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്വസ്ഥവൃത്തം, അതായത് സോഷ്യൽ പ്രിവെന്റീവ് മെഡിസിൻ. മോഡേണിൽ പറയുകയാണെങ്കിൽ സോഷ്യൽ പ്രിവെന്റീവ് മെഡിസിൻ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ യോഗയും നാച്ചുറോപ്പതിയും കൂടി കണക്ട് ചെയ്ത് വരുന്ന ഡയറ്റ് മാനേജ്മെന്റ്, ഇതെല്ലാം കണക്ട് ചെയ്ത് വരുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. പ്രിവെന്റീവ് മെഡിസിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ആയുർവേദത്തിൽ. അതായിരുന്നു ഞാൻ എടുത്തത്. അപ്പൊ ആ സമയത്ത് തന്നെ ഞാൻ UG ചെയ്യുന്ന സമയത്ത് മുതൽ തന്നെ യോഗ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. യോഗയായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം PG എടുത്തപ്പോൾ കുറച്ചും കൂടി എനിക്ക് ആ ഫീൽഡിനോട് കുറച്ചും കൂടി അടുപ്പം വന്നു. യോഗയും ഡയറ്റും നാച്ചുറോപ്പതിയും ഇതൊക്കെ കണക്ട് ചെയ്ത് പ്രിവെന്റീവ് മെഡിസിനിലേക്ക് എങ്ങനെ, ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റിലേക്ക് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ എന്നുള്ളത്, ഇതൊക്കെ ഒരു റൂട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് എന്നുള്ള സത്യമാണ് ഞാൻ ഇപ്പൊ PG എടുക്കുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ബാംഗ്ലൂരിലെ എസ് വ്യാസ യൂണിവേഴ്സിറ്റി, സ്വാമി വിവേകാനന്ദ യോഗ അനുസന്ധാന സംസ്ഥാനം എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ആയുർവേദ യൂണിവേഴ്സിറ്റിയാണ്. യോഗയുടെ യൂണിവേഴ്സിറ്റിയാണ്. ആ യോഗയുടെ യൂണിവേഴ്സിറ്റിയിലെ ആണ് ഞാൻ PG ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫൈനൽ സെമ്മിലേക്ക് എത്തി. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് ഇന്ത്യൻ ഫിലോസഫീസിനെ കുറിച്ചിട്ടും ഇന്ത്യൻ മെഡിസിനൽ സിസ്റ്റങ്ങളെ കുറിച്ചിട്ടും എല്ലാം ആ PGയുടെ ഭാഗമായിട്ടും ഉണ്ട്. പിന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളായിട്ടുള്ള ഭഗവത്ഗീത, ഇതിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ യോഗയായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്, എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്, ആ രീതിയിലെല്ലാം നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അതിനൊപ്പം മോഡേൺ ആയിട്ടുള്ള നമ്മുടെ സ്റ്റഡികൾ, മോഡേൺ റിസർച്ചുകൾ, മോഡേൺ സയൻസ്, ഫിസിക്സിന്റെ ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം തിയറികൾ, അതിനൊക്കെ എങ്ങനെ നമുക്ക് ആയുർവേദത്തിലേക്കും യോഗയിലേക്കും, ഞാനിപ്പോ എന്റെ 3rd സെമ്മിന്റെ എക്സാമിന് ക്വാണ്ടം ഫിസിക്സ്, ക്വാണ്ടം തെറാപ്പി, അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനെങ്ങനെ നമുക്ക് യോഗയിലേക്ക് കണക്ട് ചെയ്യാം. അതേപോലെ തിയറി ഓഫ് റിലേറ്റിവിറ്റി, എല്ലാം നമുക്ക് എവിടെ വെച്ച് നമുക്ക് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇതിനൊക്കെ നമുക്ക് ഇന്ത്യൻ ഫിലോസഫിയിലും ഇന്ത്യൻ സിസ്റ്റത്തിലും കണക്ഷൻ കണ്ടെത്താൻ കഴിയുമെന്ന്. പക്ഷെ അതൊക്കെ നമുക്ക് ഒന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഒരു പുതിയ അറിവുകളാണ്, പുതിയ ഇൻസ്പിറേഷൻസ് ആണ് നൽകുന്നത്. ഇതേപോലെ ആയുർവേദത്തിലേക്കും എന്തുകൊണ്ട് യോഗയിൽ കണക്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇതേ സിമിലർ തിയറികളാണ്. യോഗ ആയുർവേദ
സിദ്ധ സിസ്റ്റംസ് ഇതൊക്കെ പറയുന്നതൊക്കെ ഒരേ റൂട്ടിൽ നിന്ന് പഞ്ചഭൂത കൺസെപ്റ്റ്, ഇന്ത്യൻ ഫിലോസഫി സിസ്റ്റംസ് എന്ന് പറയുന്ന ദർശനങ്ങൾ നമ്മുടെ സാഖ്യദർശനം, യോഗദർശനം, ന്യായദർശനം, വൈശേഷിക ദർശനം, ഇങ്ങനെ ദർശനങ്ങളിലൂടെയും പഞ്ചഭൂത തിയറീസിലൂടെയും എല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള പഞ്ച എല്ലാം ഉണ്ട്. അതേപോലെ ത്രിദോഷ സിദ്ധാന്തങ്ങൾ എല്ലാം യോഗയിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ് എന്നുള്ളതും, അപ്പൊ ഈ ഇന്നത്തെ നമ്മൾ സ്പെഷ്യാലിറ്റികൾ എന്ന് പറയുന്ന പോലെ അന്നത്തെ സ്പെഷ്യാലിറ്റികളായിരുന്നു ഈ യോഗ, ജ്യോതിഷം, ആയുർവേദ എന്നൊക്കെ പറയുന്നത്. എല്ലാം ഒരു റൂട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സയൻസുകളാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിനെ കണക്ട് ചെയ്തെടുക്കാം എന്ന് മനസ്സിലാവും. ഇതാണ് ഞാൻ യോഗയിലേക്ക് എടുക്കാനുള്ള ഒരു കാരണമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ MBA ഇൻ AI ആൻഡ് ഡാറ്റ സയൻസ് ചെയ്യുന്നത് SRM യൂണിവേഴ്സിറ്റി, ചെന്നൈയിലെ SRM യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് എടുക്കാൻ തോന്നി എന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആയുർവേദം മനസ്സിലാക്കുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതും രണ്ടും ഇമ്പോർട്ടന്റ് തന്നെയാണ്. കാരണം പലപ്പോഴും ആയുർവേദത്തിന്റെ അക്സെപ്റ്റബിലിറ്റി കുറയാൻ കാരണം ആയുർവേദം ശരിക്കും എന്താണ് എന്ന് പലർക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ്. അത് മനസ്സിലാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഞാനിപ്പോ ഒരു 10 കൊല്ലം 12 കൊല്ലമായി ഞാനിപ്പോ ആയുർവേദ ഫീൽഡിൽ നിൽക്കുന്നു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് എനിക്ക് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇതിലും അപ്പുറത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും ആയുർവേദം എന്താണ് എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് കൂടുതൽ ഡീപ്പിലേക്ക് ആയുർവേദം അറിഞ്ഞോണമെന്നില്ല, ഇനിയും അറിയാൻ കുറെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇതിന്റെ കോറിലേഷൻസ് ഞാൻ പറഞ്ഞു, ഡിഫറെന്റ് ഗുണങ്ങളെ വെച്ച്, ക്വാളിറ്റീസിനെ വെച്ചിട്ടാണ് ഓരോ കെമിക്കൽസിന്റെയും അല്ലെ ഓരോ ഡ്രഗിന്റെയും ക്വാളിറ്റീസിനെ വെച്ചിട്ടാണ് പറയുന്നതെന്നൊക്കെ. അപ്പൊ ഓരോ ഡ്രഗിലും ഡിഫറെന്റ് കെമിക്കൽസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ കെമിക്കൽസ് ഉണ്ട്, അതിന്റെ ക്വാളിറ്റീസ് ഉണ്ട്. ഈ ഡിഫറെന്റ് ക്വാളിറ്റീസ് ഉള്ള ഡിഫറെന്റ് കെമിക്കൽസ് ഉള്ള ഡിഫറെന്റ് ഡ്രഗുകളെ ഡിഫറെന്റ് കോമ്പിനേഷൻസിലും പെർമ്യൂട്ടേഷൻസിലും കോമ്പിനേഷൻസിലും നമ്മൾ കൂട്ടിച്ചേർത്ത് ഡിഫറെന്റ് പ്രോസസ്സിംഗ് മെത്തേഡ്സിലൂടെ കടത്തി വിട്ടിട്ടാണ് നമ്മൾ ഒരു ഡ്രഗ് ഉണ്ടാക്കുന്നത്. ആ ഡ്രഗ് നമ്മളുടെ ബോഡിയിലെ ഡിഫറെന്റ് ദോഷങ്ങളിലും ധാതുക്കളിലും പഞ്ചഭൂത കൺസെപ്റ്റിലും ഡിഫറെന്റ് മെത്തേഡ്സിലൂടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസിൽ എഫക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നത്, ഒരു ഡിസീസ് മാറ്റുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു ഡ്രഗിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ ഡിഫറെന്റ് ഡ്രഗുകളുടെ കോമ്പിനേഷൻസ്, ഒരു കഷായം ഒരു ഗുളികയും കൊടുക്കുന്ന കോമ്പിനേഷൻ ആവില്ല, ആ കഷായം വേറെ എന്തെങ്കിലും സാധനത്തിന്റെ ഒപ്പം കൊടുക്കുമ്പോൾ ഉണ്ടാവുക. അപ്പം അത് പേഷ്യൻസിനനുസരിച്ചും മാറും. അപ്പൊ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മാത്തമെറ്റിക്കൽ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷന്റെ സംഭവം കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു കോമൺ മനുഷ്യന്റെ ബ്രെയിനിന് വെച്ചിട്ട് ഇതൊക്കെ ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 60, 70, 80 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണ്ടി വരും. എന്ന് കഴിഞ്ഞാൽ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാവണമെന്നില്ല. പല ജനറേഷൻസിലൂടെയാണ് പല സംഭവ ജ്ഞാനങ്ങളും നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സയൻസിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് ഒരു ആപ്പിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു AI യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എങ്ങനെ നമുക്ക് ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നു. ഇപ്പൊ പ്രകൃതി പരീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു, ഒരു പ്രോഗ്രാം, ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രകൃതി പരീക്ഷ. കുട്ടികളിലും ജനങ്ങളിലും പ്രകൃതി പരീക്ഷിക്കുക, അവർ ഏത് പ്രകൃതിയാണ്, വാതപ്രകൃതിയാണോ, പിത്തപ്രകൃതിയാണോ, കഫപ്രകൃതിയാണോ, അങ്ങനെ ഒരു നാഷണൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ എന്നിട്ട് അതിനൊരു ആപ്പ് ഉണ്ടായിരുന്നു. ആ ആപ്പ് വഴി നമ്മൾ കുട്ടികളിൽ ഈ പ്രകൃതി പരീക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് ഏതാണ് പ്രകൃതി മനസ്സിലാക്കാം, അവരുടെ നാച്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ആ പ്രകൃതി വെച്ചിട്ട് തന്നെ പല സാധ്യതകൾ ഇനി വരുന്ന തലമുറയ്ക്ക് ഉണ്ട്. കാരണം നമ്മൾ ഒരാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് മനസ്സിലാക്കണേ. അത് ശരീരപ്രകൃതി ആവാം, മാനസിക പ്രകൃതി ആവാം. ഇത് വെച്ചിട്ട് നമുക്ക് അവരെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് ഒരു ജോബ് സജസ്റ്റ് ചെയ്യാൻ പറ്റും, അവർക്കൊരു വേണമെങ്കിൽ ഒരു മാട്രിമോണിയിൽ ഒരു പെയറിനെ വരെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇതിന്റെ സാധ്യതകൾ കിടക്കുകയാണ്, വിശാലമായിട്ടുള്ള സാധ്യതകൾ കിടക്കുകയാണ്. അപ്പോൾ അതേപോലെ നമ്മളുടെ ട്രീറ്റ്മെന്റ് ആസ്പെക്റ്റിലും നമുക്ക് ഈ AI യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡാറ്റ സയൻസിന്റെ തിയറീസും ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്കൊരു ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പൊ ആയുർവേദശാല എന്തുകൊണ്ട് സ്പെഷ്യലൈസ് ആയി, എന്തുകൊണ്ട് ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് ആയുർവേദ മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യന് ഇത് നൽകും, കുറിപ്പ് നൽകും. ആ കുറിപ്പ് ചെടികൾ പറിച്ചെടുത്തിട്ട് രോഗി സ്വയം ഉണ്ടാക്കിയിട്ട് രോഗി കഴിക്കണം, എന്ന് കഴിഞ്ഞാലേ രോഗം മാറുള്ളൂ. ആയുർവേദശാലയാണ് ഫസ്റ്റ് ആയിട്ട് പാക്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് കുപ്പികളിലായിട്ടും ഇതായിട്ടും ഗുളിക രൂപത്തിലായിട്ടും ഒക്കെ ആയുർവേദശാലയാണ് കൊടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ആയുർവേദം ഇപ്പോഴും അക്സെപ്റ്റബിൾ ആവുന്നത്. അത് പിന്നെ ബാക്കിയുള്ള ഫാർമസികൾ ഏറ്റെടുത്തു. ആയുർവേദം ഇപ്പം മരുന്നെങ്കിലും അങ്ങനെ കഴിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ കാലത്തിനനുസരിച്ച് സിംപ്ലിഫൈ രൂപത്തിൽ, ആൾക്കാർക്ക് സമയമില്ല ഇതിനൊന്നും, ഇത് ഫുള്ള് പഠിച്ചെടുത്തിട്ട് ഒരു രോഗത്തെ ട്രീറ്റ് ചെയ്യാനൊന്നും ആൾക്ക് നേരമില്ല. അവർക്ക് വേണ്ടത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതിന് എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് എങ്ങനെ ആയുർവേദത്തിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു ആയുർവേദ ഫിസിഷ്യൻ ആയി മാത്രം ഇരുന്നുകൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ
എനിക്ക് ഇത് കണക്ട് ചെയ്യാൻ എനിക്ക് കാരണം AI കുറിച്ച് ധാരണ വല്ലാതെ ഇല്ല. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കുറച്ച് ChatGPT-യും ജെമിനിയും മാത്രമാണ് എനിക്കും അറിയാം. അപ്പോൾ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്ത് എടുക്കുക എന്നുള്ള ഒരു തോട്ടിലാണ് ഞാൻ MBA-ക്ക് ചേർന്നത്. അത് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്നല്ലെങ്കിൽ നമുക്ക് AI കോഡിങ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ MSc പോലത്തെ നമ്മളെ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് പഠിക്കുന്ന കോഴ്സ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് അതിനെ എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കാം, എങ്ങനെ ഈ ടൂൾസിനെ നമ്മൾ ഗൈഡ് ചെയ്താൽ മതി. നമ്മുടെ കീഴിൽ ഇപ്പൊ MBA എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഒരിക്കലും ഒരു കോഡിംഗ് ഡാറ്റ അനലിസ്റ്റോ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയല്ല. പക്ഷെ ഒരു ആയുർവേദ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലോ ആ കമ്പനിയിൽ എങ്ങനെ നമുക്ക് ഈ AI സ്പെഷ്യലിസ്റ്റുകളെ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും, അവർക്ക് എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റും അതിലേക്ക്, അല്ലെങ്കിൽ ഒരു കമ്പനി എങ്ങനെ AI ആയുർവേദ കമ്പനി എങ്ങനെ റൺ ചെയ്യാം, ഇതിലേക്കൊക്കെ നമുക്ക് ഒരു പോസിബിലിറ്റി തുറന്നു തരുന്ന, നമുക്ക് അവരോട് സംവദിക്കാൻ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് നൽകുന്ന നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ MBA സെലക്ട് ചെയ്തത്. അത് AI ഡാറ്റ സയൻസിലുള്ള MBA ഇപ്പൊ അപ്കമിങ് MBA ആണ്. കാരണം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളതാണ്. കാരണം ഇപ്പോ എല്ലാവരും എടുക്കുന്ന പോലെ ഫിനാൻസ്, മാർക്കറ്റിംഗ് അങ്ങനത്തെ എടുക്കാതെ ഞാനൊന്ന് മാറി ചിന്തിച്ചു നോക്കിയാണ്. എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നൊന്നും എനിക്കറിയില്ല. ഒന്ന് പോയി നോക്കുക, ഒരു ട്രൈ, ദാറ്റ്സ് ഇറ്റ്. അടിപൊളി. അത് അങ്ങനെ ഒരു തോട്ട് തന്നെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് ഇത് കൊണ്ടുപോകണം എന്നുള്ള ആഴത്തിൽ കുറെ പഠിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഒരു വലിയ കാര്യം. ഹാറ്റ്സ് ഓഫ് ടു യു. ഇനി അടുത്ത്, ആയുർവേദ പഠനം തിരഞ്ഞെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ എന്തൊക്കെ ധാരണ ഉണ്ടായിരിക്കണം? ജോലി എന്നതിനുപരി എന്ത് മനോഭാവമാണ് അവർക്ക് വേണ്ടത്? ഇത് എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളത്. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ആയുർവേദ മേഖലയിൽ നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ട സമയം എന്ന് പറയുന്നത് ഇപ്പം 10 കൊല്ലത്തോളം, അതായത് BAMS എടുക്കണമെങ്കിൽ 5.5 കൊല്ലം, അത് കഴിഞ്ഞ് നിങ്ങൾ MD എടുക്കണം. MDയും കൂടി കഴിഞ്ഞാൽ ഇപ്പൊ MBBS-ന്റെ അവസ്ഥ തന്നെയാണ്. വെറും MBBS കൊണ്ട് കാര്യമില്ല, നമ്മൾ എന്തായാലും സ്പെഷ്യലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്ത്, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ കുറച്ച് ലോങ് ടേമിലുള്ള നമ്മളുടെ പ്ലാനുകൾ കൺസിഡർ ചെയ്തുകൊണ്ട് പഠിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് അർജന്റ് ആയിട്ട് ഒരു ജോബ് വേണം, പെട്ടെന്നൊരു സക്സസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോഴും ആയുർവേദം ഒരു ബെറ്റർ ഓപ്ഷൻ അല്ല എന്ന് ഞാൻ പറയൂ. ആയുർവേദം എന്ന് മാത്രമല്ല, മെഡിക്കൽ ഫീൽഡ് എനിവേ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കോ അല്ലെങ്കിൽ വേറെ മേഖലകളിലേക്ക് പോകാം. പെട്ടെന്നൊരു ജോബ് വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആള്, നിങ്ങൾക്ക് കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾക്ക് അതിൽ നിന്നുകൊണ്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ആയുർവേദം പഠിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആയുർവേദം കഴിഞ്ഞിട്ടും MBBS-നോട് താല്പര്യം ഉണ്ടായിട്ട് എൻ്റെ ബാച്ചിൽ ബോയ്സ് കുറവായിരുന്നു. 5-6 ബോയ്സ് ഉണ്ടായിരുന്നു. അതിൽ 2 ബോയ്സ് MBBS കോളേജുകളിൽ ചേർന്നു. BAMS കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ കോളേജുകളിൽ, ഒരാൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ, ഒരാൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ. അവരിപ്പം ഹൗസ് സർജൻസി ആയി. 5 കൊല്ലം കൊണ്ട് 2019 ഞങ്ങൾ UG കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവർ ഞാൻ MD-ക്ക് പോയ സമയത്ത് അവർ MBBS-ന് പോയി. അവരിപ്പം ഇത് കഴിയാൻ നിൽക്കുന്നു. അപ്പോ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, അവർക്ക് ഏത് ഫീൽഡിലാണ് സക്സസ് ആവാൻ പറ്റുക എന്നുള്ളത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ കാര്യമാണ്. പക്ഷെ എന്ത് തന്നെയായാലും ഡോക്ടർ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചു കാലം, ഒരു 10 കൊല്ലത്തോളം മിനിമം സ്ട്രഗിളിങ് പീരീഡ് ഉണ്ടാവും, പഠിക്കുന്ന പീരീഡ് ഉണ്ടായിരിക്കും എന്ന് ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക. പിന്നെ നിങ്ങളുടെ കാച്ചിങ് ഏരിയ ഏതാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റണം. ആയുർവേദത്തിന് ഇപ്പം ഗവൺമെന്റിൽ നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. പുതിയ മേഖലകളിലേക്ക് ആയുർവേദത്തിനുള്ള എക്സ്പോഷേഴ്സ് വരുന്നുണ്ട്. അപ്പോ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. അതായത് പലപ്പോഴും ആയുർവേദ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാലും ഇപ്പോഴും പണ്ടത്തെ നമ്മുടെ ഒരു ടീച്ചർമാർ പഠിച്ച കാലത്തുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ല ഇപ്പൊ എല്ലാം മൊബൈലും എല്ലാം ഉള്ളത് കൊണ്ട് എല്ലാവരും ഇപ്പൊ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കൺസെപ്റ്റുകൾ കുറച്ച് ഇംബൈബ് ചെയ്യണം. നമ്മളുടെ മനസ്സിലും ആത്മാവിലും ഇംബൈബ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നതിന്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ പ്രിവെന്റീവ് മെഡിസിൻ. അതിൽ നമ്മളെ ദിനചര്യ, ഋതുചര്യ, ഓരോ ഡേയിൽ എന്തൊക്കെ ചെയ്യണം, ഒരു ഋതുവിന് അനുസരിച്ച് സീസൺ അനുസരിച്ച് എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങളും, ലൈഫ് സ്റ്റൈല്, ഫുഡ് ഹാബിറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും രണ്ടും രണ്ടായി മാറുമ്പോഴാണ് നമുക്ക് അതിൽ സക്സസ് ആവാതിരിക്കാനുള്ള സാധ്യത കൂടുതൽ. നമ്മൾ ആ കൺസെപ്റ്റുകളെ കുറിച്ച് ഇംബൈബ് ചെയ്തുകൊണ്ട്, അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിൽ സക്സസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിരിക്കണം. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ. അതായത് ഒരു 10 വർഷക്കാലം ഇതിനു വേണ്ടി മാറ്റിവെക്കണം.
MD അടക്കം ചെയ്തു കഴിഞ്ഞാലേ ഇതിൽ ഈ ഒരു ഫീൽഡിൽ, അതിപ്പോ MBBS ആണെങ്കിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലെ? സ്പെഷ്യലൈസേഷൻ കഴിയാതെ ഇനിയത്തെ കാലത്ത് പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ഒരു പഠനം ഇനി ഒരു ഓപ്ഷൻ നമുക്കിപ്പോ പുതിയ കാലത്ത് ഇപ്പൊ ഒരു ഓപ്ഷൻ തുറന്നു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ MBBS ആയുർവേദം കണക്ട് ചെയ്തുകൊണ്ടുള്ള കോഴ്സുകൾ വരാൻ സാധ്യതയുണ്ട്. ഹോളിസ്റ്റിക് വൺ ഹെൽത്ത് കോഴ്സുകൾ ഗവൺമെന്റിന്റെ ഹെൽത്ത് പോളിസിയിൽ ഇപ്പൊ ഡെവലപ്പ് ആയി വരുന്നുണ്ട്. അങ്ങനെയാവുമ്പോൾ നമുക്ക് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ചിലപ്പം 6-7 കൊല്ലത്തെ കോഴ്സായിട്ട് നമുക്ക് അത് കിട്ടുമായിരിക്കും. പിന്നെ MD എടുക്കണമെങ്കിൽ വീണ്ടും 2-3 കൊല്ലം വേണം. പക്ഷെ നമുക്ക് രണ്ടും ഒരു കുടക്കീഴിൽ കിട്ടും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അപ്പോഴും നമ്മൾ പിന്നെ സ്പെഷ്യലൈസ് ചെയ്യപ്പെടേണ്ടതായിട്ട് ഉണ്ട്. അതായത് ആയുർവേദ മേഖലയിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യപ്പെടേണ്ടത്, അലോപ്പതിയിലാണോ ഫോക്കസ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് ഡിഫറൻസ് ഉണ്ട്. കാരണം ട്രീറ്റ്മെന്റ് ബേസിൽ രണ്ടും രണ്ട് സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും. അലോപ്പതി സിസ്റ്റം ട്രീറ്റ് ചെയ്യുന്നത് അതിന്റെ ഏതെങ്കിലും കെമിക്കൽ കോമ്പൗണ്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ജനറൽ മെഡിസിൻ നിൽക്കുന്നത്. സർജറി രണ്ടിലും സെയിം തന്നെയാണ്. സർജറി ഒരു സ്കില്ലാണ്. ഞാൻ മെഡിസിന്റെ ആസ്പെക്ട് മാത്രമാണ്. സർജറി ഇപ്പൊ ആയുർവേദക്കാരെ സർജറി ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഠിച്ചെടുക്കാവുന്ന സർജറി മെത്തേഡ്സുകളെ ഉള്ളൂ. അത് ചെയ്യുന്നവരും ഉണ്ട്, ഇല്ലീഗൽ ആണെങ്കിൽ പോലും അത് ചെയ്യുന്നവരും ഉണ്ട്. കാരണം അത്രേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഒരു MBBS കാരന് ആയുർവേദം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ തിയറീസ് തൊട്ട് പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു മരുന്നിന്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പോലെയല്ല, ഒരു കെമിക്കൽസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന പോലെയല്ല ആയുർവേദത്തിന്റെ ഒരു ഫിലോസഫിക്കലും അതായത് തിയററ്റിക്കലും ആയിട്ടുള്ള കൺസെപ്റ്റുകൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആയുർവേദം ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പെരിഫറൽ ലെവലിലുള്ള ട്രീറ്റ്മെന്റ് ആയിട്ട് ഒതുങ്ങും ചെയ്യും. അതാണ് ഒരു പ്രശ്നം. അപ്പോ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഒരു 10 കൊല്ലത്തിന്റെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവണം. പിന്നെ നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഏത് മേഖലയാണോ സെലക്ട് ചെയ്തിട്ട് ആ മേഖലയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മെഡിസിൻ ഫീൽഡിൽ ഇന്നത്തെ കാലത്ത് ഇനി കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ സയൻസ് AI സംഭവങ്ങൾ നമ്മുടെ മെഡിസിൻ ലെവലിലേക്കും വരാൻ പോവുകയാണ്. അപ്പോ ഇതേപോലെ ഇപ്പം പനിക്ക് പാരസെറ്റമോൾ എന്ന് പറയുന്ന പോലെയുള്ള സാധനം ഇപ്പൊ പനിയാണെന്ന് ഡയഗ്നോസ് ചെയ്യാനും ഇപ്പൊ AIക്ക് കഴിയും. അതിന് പാരസെറ്റമോൾ ആണെന്ന് AIക്ക് അറിയും ചെയ്യാം. അത് കൊടുക്കാൻ ഒരു ഡോക്ടർ ആവശ്യം വരാത്തൊരു സന്ദർഭം വരും. ആ സ്ഥലത്താണ് ആയുർവേദത്തിന്റെ പ്രസക്തി. ഇത്രയും പെർമുറ്റേഷൻസ് കോമ്പിനേഷൻസ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു AIക്ക് ജനറലി പറയാൻ പറ്റില്ല എന്താണ് സംഭവം, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ ഒരു ആയുർവേദ ഡോക്ടറുടെ ആവശ്യം വരിക. അവിടെയാണ് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളുടെ പ്രയോറിറ്റീസ് വരിക. അപ്പം ആ ഒരു മേഖലയ്ക്കും കൂടി നിങ്ങൾ പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റുകൾക്ക് ഇനി പ്രാധാന്യം വരുന്ന ഈ കാലത്ത് ചിലപ്പോൾ പല സർജറികളും പല മെഡിസിൻ ട്രീറ്റ്മെന്റുകളും ഇപ്പം AIക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന കാലത്താണ് നമ്മുടെ ആൻഷ്യൻ സിസ്റ്റത്തിൽ ഇനി എന്താണ് സ്കോപ്പ് എന്നുള്ളതിനുള്ള ഒരു പ്രധാനമുള്ളത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ ആയുർവേദത്തിന് കറന്റ്ലി ഇപ്പം വർക്കിംഗ് ആണെങ്കിലും സാലറി കുറച്ച് കുറവാണ്. MBBSനെ സംബന്ധിച്ച് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സിസ്റ്റം അല്ല, സാലറി കുറവാണ് എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. എങ്കിലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോ എനിക്കിപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത് MBBSനേക്കാൾ അവർ അനാട്ടമി ഇതൊക്കെ പഠിക്കുന്നുണ്ട്, നിങ്ങളും പഠിക്കുന്നുണ്ട്, ഒരു പടി കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് നിങ്ങളുടെ എല്ലാ സ്ക്രിപ്റ്റും സാൻസ്ക്രിറ്റ് ബേസ്ഡ് ആണ്. അപ്പൊ സാൻസ്ക്രിറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണോ, അത് പഠിച്ചിരിക്കണോ, അതിൽ ആ ബേസിസിലാണോ നിങ്ങളുടെ എല്ലാ തിയറീസും വരുന്നത്? അതെങ്ങനെയാണ്? സാൻസ്ക്രിറ്റ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു സിലബസ് ഒരു സബ്ജക്റ്റ് ആണ്. നമ്മൾ ഒരു പേപ്പർ നമ്മൾ സാൻസ്ക്രിറ്റ് വ്യാകരണവും സാൻസ്ക്രിറ്റ് ബേസിക് ആയിട്ടുള്ള നമ്മൾ സാൻസ്ക്രിറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു പേപ്പർ നമുക്ക് ഫസ്റ്റ് ഇയറിൽ അത് പാസ്സായാലേ നമുക്ക് അടുത്ത ഇയറിലേക്ക് കടക്കാൻ പറ്റൂ. പിന്നെ ടെക്സ്റ്റ് ബുക്കുകൾ സാൻസ്ക്രിറ്റിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ പോലും അതിന്റെ കമന്ററീസ് നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ശ്ലോകം പഠിക്കുമ്പോൾ നമുക്ക് അത് ഇംഗ്ലീഷ് അല്ല സാൻസ്ക്രിറ്റ് ശ്ലോകങ്ങൾ തന്നെ പഠിക്കേണ്ടി വരും. അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുള്ള ബുക്കുകളും കിട്ടും. പക്ഷെ നമ്മൾ പഠിക്കേണ്ടി വരും എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു ബെനിഫിറ്റ് ആണ്. ആക്ച്വലി നമ്മുടെ മെമ്മറി സ്കിൽസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് റീകോളിംഗ് സ്കിൽസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പല ടെർമിനോളജികളും പെട്ടെന്ന് കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇത് ശ്ലോകം പോലെ ഒരു പാട്ട് പോലെ പഠിച്ച് സിനിമ പാട്ട് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമ പാട്ടിന്റെ ഓരോ വരിയും നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഒരു ഈണത്തിൽ നമ്മൾ അങ്ങോട്ട് പാടിപ്പോവും. അതേപോലെയാണ് നമുക്ക് ഈ ശ്ലോകങ്ങളാണെങ്കിലും നമ്മളെ മൈൻഡിൽ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ ആചാര്യന്മാർ അങ്ങനെ ശ്ലോക രൂപത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് നമുക്ക് റീകളക്ട് ചെയ്തിട്ട് ഇപ്പൊ സിംറ്റംസ് എന്താണ്, ഇപ്പൊ ഞാൻ വാദത്തിന്റെയും പിത്തത്തിന്റെയും കഫത്തിന്റെയും ഒക്കെ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ ശ്ലോകം വന്നത്. കാരണം എനിക്ക് ആ ശ്ലോകം പറയുമ്പോഴാണ് അതിൽ ഓരോ പോയിന്റുകളും പിക്ക് ഔട്ട് ചെയ്യാൻ എളുപ്പം. അത് ഓരോരുത്തരുടെ ഓരോ നേച്ചറാണ്. അപ്പോൾ അതേപോലെ
നമുക്ക് സാൻസ്ക്രിറ്റ് ആക്ച്വലി പോസിറ്റീവ് ആണ്, അത് പഠിക്കുന്നത് നമുക്ക് ഗുണമാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ കോഡിങ്ങിന് പോലും നമ്മുടെ ഏറ്റവും നല്ല സയൻസ് ഏറ്റവും നല്ല ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇപ്പൊ സാൻസ്ക്രിറ്റ് ആണ്. ഏറ്റവും നല്ല മോഡിഫൈഡ് റിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് സാൻസ്ക്രിറ്റ് എന്ന് തെളിയപ്പെട്ടിട്ടുണ്ട്. അപ്പം അത്രയും കാലത്തെ ഒരു ഹെറിറ്റേജും നമുക്കുണ്ട്. അപ്പം അത് പഠിക്കുന്ന എനിക്കിപ്പോ യോഗയുടെ PG ചെയ്യുമ്പോഴും ആയുർവേദ PG ചെയ്യുമ്പോഴും എല്ലാത്തിനും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അത് ഒരിക്കലും ഒരു ബേർഡൻ ആയിട്ട് കാണാതിരുന്നാൽ മതി, അത് അതിന്റെ ഫ്ലോയിൽ നടന്നോളും. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് സോൾഫുൾ സ്റ്റോറീസ് പ്രേക്ഷകരോട് പറയാനുള്ളത്, അപ്കമിങ് ജനറേഷനിലെ കുട്ടികളോട്? അപ്കമിങ് ജനറേഷനോട് പറയാനുള്ളത്, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾക്ക് ഇനിയുള്ള ജനറേഷനിൽ നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യുന്നു, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യുന്നുള്ളതിനനുസരിച്ചും നിങ്ങൾ എത്രത്തോളം അതിൽ ഡെഡിക്കേറ്റഡ് ആണ് ഉള്ളതിനനുസരിച്ചുമായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ സക്സസ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോ നിങ്ങൾ ഈ സോൾഫുൾ സ്റ്റോറീസിൽ ഇപ്പോൾ ഞാൻ അതിൽ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കടന്നു പോയാൽ തന്നെ മനസ്സിലാവും, അതിൽ ഇൻസ്പയർ ആയിട്ടുള്ള പല വ്യക്തികളുടെയും പ്രഗത്ഭ വ്യക്തികളുടെയും കാണാൻ പറ്റും. അവരുടെ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കും, അതൊന്ന് കേട്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആവുക, നമ്മൾ കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ്. നമ്മൾ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു മോട്ടിവേഷന് പലപ്പോഴും കുറച്ച് നേരത്തേക്ക് നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഹൈ ലെവലിൽ നിർത്താൻ പറ്റൂ. നിങ്ങളുടെ കൺസിസ്റ്റൻസി, നിങ്ങളുടെ ഡിറ്റർമിനേഷനും മാത്രമാണ് നിങ്ങളെ ആ മേഖലയിലേക്ക് എത്തിക്കുക, ഒരു സക്സസിലേക്ക് എത്തിക്കുക. നിങ്ങൾ ഡെസ്പ് ആവാതെ അപ്പോ എന്റെ പഠിക്കുന്ന സമയത്ത് പോലും ഞാൻ പറഞ്ഞു ഒരു MBBS ട്വിൻ ബ്രദർ എനിക്ക് ഉണ്ട്. അപ്പോൾ പോലും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ പോലും കമ്പാരിസൺസ്, നമ്മുടെ ഫ്രണ്ട്സിന്റെ നമ്മളെ ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ട് നീ എടുത്തില്ല, എന്തുകൊണ്ട് നിനക്ക് വേണ്ട, എന്തല്ല കണ്ടില്ലേ ഇപ്പൊ ഇതല്ലേ, ഇൻഫീരിയോറിറ്റി, ഈ സംഭവങ്ങളൊക്കെ പലരും ഫേസ് ചെയ്യുന്ന പോലെ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുത്ത വഴിയിൽ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ് ഏത് മേഖലയിലും സക്സസ് ആവാനുള്ള ഒരു ഇതാണ് തോന്നിയേക്കുന്നത്. അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംരംഭം തന്നെയാണ് ഈ സോൾഫുൾ സ്റ്റോറീസ്. അപ്പം ഇതിനൊരു അവസരം തന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ, ഡോക്ടർ ആകാശ്, ഇന്ന് സോൾഫുൾ സ്റ്റോറീസ് ഇൻസ്പയറിംഗ് യൂത്തിൽ താങ്കൾ പങ്കുവച്ച അറിവുകൾക്കും അനുഭവങ്ങൾക്കും പ്രചോദനം നൽകുന്ന വാക്കുകൾക്കും ഒരുപാട് നന്ദി. ആയുർവേദത്തെക്കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാടുകളും ഈ മേഖലയിൽ ചെറുപ്പത്തിൽ തന്നെ താങ്കൾ നേടിയെടുത്ത അറിവ്, അതാണ് എന്നെ അമ്പരിപ്പിച്ചത്. കാരണം പുതിയൊരു ടെക്നോളജി ഒക്കെ ആയിട്ട് ഇതിനൊരു ഭാവി എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള ചിന്ത പോലും താങ്കളുടെ മനസ്സിലുണ്ട്, ഇപ്പോഴേ ഉണ്ട്. അത് ഹോളിസ്റ്റിക് അപ്രോച്ച് എങ്ങനെയൊക്കെ ഇതിനെ സമന്വയിപ്പിച്ചും മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയും, അത് യുവതലമുറയ്ക്ക് എന്തായാലും ഒരു ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അവർക്ക് ഒരു ഊർജം നൽകും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ശാസ്ത്രീയതയിലും എല്ലാം മനസ്സിലാക്കാനും ഈ പാത തിരഞ്ഞെടുത്ത് മുന്നോട്ട് വരുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് ആ ശരിയായ ദിശാബോധം അത് കറക്റ്റായിട്ട് തന്നെയാണ് താങ്കൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോ ഏറെ നന്ദി, കടപ്പാട്, എല്ലാ ഭാവുകങ്ങളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.